ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇന്നലെ ഒരു 6 മണിക്കൂർ നീണ്ട ചർച്ച. നെതന്യാഹുവും അതേപോലെ തന്നെ അവരുടെ ക്യാബിനറ്റ്, അതുപോലെ IDF-ൻ്റെ ചീഫ്, ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കട്സ്, ഇവരൊക്കെ ചേർന്നാണ് ചർച്ചകൾ നടത്തിയത്. മൊസാദിൻ്റെ ടീമും ഉണ്ടായിരുന്നു. 6 മണിക്കൂർ നീണ്ട ചർച്ചയിൽ അമേരിക്ക വലിയ രീതിയിൽ ഇറാൻ അറ്റാക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് അവരുടെ ഡിസ്കഷൻസിൽ ഉടനീളം അവർ ചർച്ച ചെയ്തത്. ഇതിനെ തുടർന്ന് നെതന്യാഹു ട്രംപുമായിട്ട് നടത്തിയ ചർച്ചയിൽ പിക്കോക്സ് മൗണ്ടനിൽ സിലിണ്ടറുകൾ കൊണ്ട് അവർ സേഫ് ഗാർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ, എന്തുകൊണ്ടാണ് ഇസ്രായേൽ പിക്കാക്സ് മൗണ്ടനെ ഫോളോ അപ്പ് ചെയ്ത് നിരീക്ഷണം നടത്തിയത്, അതിലുണ്ടായ കണ്ടെത്തലുകൾ, ഇതെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഡൊണാൾഡ് ട്രംപ് പിക്കാക്സ് മൗണ്ടൻ വെരി സൂൺ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ഉള്ളിൽ ലെഫ്റ്റിസ്റ്റുകൾ വല്ലാത്ത രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വാഷിങ്ടൺ പോസ്റ്റ്, അതേപോലെ വാൾ സ്ട്രീറ്റ് ജേണൽ, ഇത്തരത്തിലുള്ള മാധ്യമങ്ങളൊക്കെ അവരുടെ പ്രൊപ്പഗണ്ട, അതായത് പിക്കോക്സ് മൗണ്ടനിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല, അത് ഇറാൻ ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഡമ്മി ആയിട്ടുള്ള ഒരു മൗണ്ടൻ ന്യൂക്ലിയർ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ അറ്റാക്ക് ചെയ്തിട്ട് അമേരിക്ക വെറുതെ പിക്കാക്സ് മൗണ്ടൻ തകർത്തു, ഇറാൻ്റെ ആണവശേഷി അഥവാ അവരുടെ എൻറിച്ച്ഡ് യുറേനിയം കംപ്ലീറ്റ് ഞങ്ങളെ ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയുള്ളൂ. പക്ഷേ അതേസമയം ഇറാൻ വളരെ സുരക്ഷിതമായിട്ട് തന്നെ അത് വേറെ സ്ഥലങ്ങളിൽ പതുക്കി വെച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അമേരിക്ക എടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ, അമേരിക്ക ഇസ്രായേലുമായിട്ട് ചർച്ച നടത്തിയിട്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അവരെടുത്തിരിക്കുന്ന തീരുമാനം, അതായത് പിക്കോക്സ് മൗണ്ടനിൽ ഇനി സിലിണ്ടർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തകർക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. അതിന് പ്രധാനപ്പെട്ട കാരണം ഫ്യൂച്ചറിൽ ഈ പിക്കോക്സ് മൗണ്ടനെ ഇതേപോലൊരു സേഫ് ആയിട്ടുള്ള എൻറിച്ച്മെന്റ് ഫെസിലിറ്റി ആയിട്ട് അവർ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പോസിബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പിക്കോക്സ് മൗണ്ടൻ അറ്റാക്ക് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. PTX ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ശരിക്കും ലെബനൻ്റെ പ്രസിഡന്റ് ജോസഫ് ആവോൻ വാഷിങ്ടൺ DC-യിൽ വൈറ്റ് ഹൗസിൽ ട്രംപിനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മീറ്റിംഗ് വളരെ സ്മൂത്തായിട്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. അതേപോലെ അതേപോലെ ലെബനൻ്റെ ഉള്ളിൽ ഹെസ്ബോളകൾക്കെതിരെ അതേപോലെ തന്നെ മിലിറ്ററി ഡിപ്ലോയ്മെൻറ്റ് പ്ലാൻ, ലെബനൻ്റെ മിലിറ്ററി എവിടെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഇസ്രായേലുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് ബ്ലൂ പ്രിൻറ്റ് അമേരിക്കയ്ക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലെബനൻ്റെ ഉള്ളിൽ ആർമിയെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ലെബനൻ ആർമി ലെബനൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് സൗത്ത് ലെബനൻ്റെ ഭാഗത്തായാലും ശരി തന്നെ, അതേപോലെ തന്നെ ലിറ്റാനി റിവറിൻ്റെ അപ്പുറത്തായിക്കോട്ടെ, അവിടെ എല്ലാം തന്നെ ലെബനൻ്റെ ആർമി സ്ട്രീറ്റ് വൈസ് അവർ കംപ്ലീറ്റ് കോൺവോയ് ആയിട്ട് സഞ്ചരിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഒരു ഫുൾ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനാണ്. പക്ഷേ അതേസമയം ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഗാസയ്ക്കുള്ളിലും ലെബനൻ്റെ ഉള്ളിലും താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറ ആക്രമണങ്ങളല്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് തൂത്തുപറക്കി അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ മെമ്പേഴ്സ് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹമാസിൻ്റെ പുതിയ നേതാവ് ഖലീൽ ഹയ വന്നതോടുകൂടി ആക്രമണം കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഖലീൽ ഹയയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ജസ്റ്റ് കണ്ടംനേഷൻ മാത്രമാണ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഖലീൽ ഹയ ഹീസ് ഹെൽപ്ലെസ്. എവിടെ വെച്ച് വേണമെങ്കിലും മൊസാദിൻ്റെ നിരീക്ഷണത്തിൽപ്പെട്ട് ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അതൊരു സൈഡിൽ നിൽക്കട്ടെ, ഗാസയുടെ ഉള്ളിൽ വിവിധ സ്ഥലങ്ങളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വരാം. അതിന് മുമ്പായിട്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം നോക്കിയിട്ട് നമുക്ക് ഗാസയുടെ വിഷയത്തിലേക്ക് വരാം. ഇറാഖിൻ്റെ എർബിൽ എയർപോർട്ട് ടെമ്പററിലി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇറാഖ് എയർപോർട്ട് മാത്രമല്ല കേട്ടോ, അതായത് മിഡിൽ ഈസ്റ്റിലെ പല എയർപോർട്ടുകളും വളരെ റെഗുലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്കുള്ളിൽ നിന്നും പൈലറ്റ് മെമ്പേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അവർ ശരിക്കും മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്ര ഒഴിവാക്കി തരണം എന്നുള്ള റിക്വസ്റ്റ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഏവിയേഷൻ ഇൻഡസ്ട്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിക്വസ്റ്റിന് മേലിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഏത് രീതിയിൽ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത്. ഇനിയിപ്പം എയർലൈൻ കമ്പനികളുമായിട്ട് സംസാരിച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനമെടുക്കും. കാരണം യുദ്ധം നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. അമേരിക്ക ഈ യുദ്ധം എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് PTX വൈറ്റ് ഹൗസിൽ നിന്ന് പറഞ്ഞത് 10 times ഹാർഡറായിട്ട് ഹിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്നാണെന്നുണ്ടെങ്കിൽ കമേഴ്ഷ്യൽ ഷിപ്മെൻറ്റുകൾക്ക് നേരെ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ചരക്ക് ഗതാഗതത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഇറാൻ പെരുമാറുന്നു എങ്കിൽ ഞങ്ങൾ ഇപ്പം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും 10 ഇരട്ടി ശക്തമായ രീതിയിൽ അറ്റാക്ക് നടത്തുമെന്നാണ് PTX പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ചാനൽ ഓപ്പൺ ആണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും ചർച്ച നടത്താമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് JD വാൻസ് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഡിപ്ലോമാറ്റിക് ചാനൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു, ചർച്ചകൾ തുടരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. JD വാൻസിന്റെ സ്റ്റേറ്റ്മെന്റിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇറാന്റെ ഉള്ളിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് വന്നത്. IRGC-യുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡീലുമില്ല, കത്ത് മുഖേന മുജ്തബ ഖൊമേനി എഴുതി പാർലമെന്റിലേക്ക് അയച്ചതായിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് അവർ തന്നെ IRGC തന്നെ ഈ MOU-വിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനൊരു MOU ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ആ സാഹചര്യത്തിൽ
അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ഓപ്പൺ വാർ എന്നുള്ള നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റ് മേഖല നല്ല രീതിയിൽ ടെൻസ്ഡ് ആണ്. അൺസർട്ടനിറ്റി പൂർണ്ണമായിട്ടും നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഇടയ്ക്കാണ് സൗദി അറേബ്യയും ഹൂത്തികളും തമ്മിൽ റെഡ് സീയുടെ റൂട്ടായിട്ടുള്ള ബാബൽ മന്ദേബും കൂടി ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് മേഖല നല്ല രീതിയിലുള്ള ടെൻസ്ഡ് മൊമെന്റിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതേപോലെ എർബിൽ US ബേസിൻ്റെ മേലിൽ ഇറാൻ്റെ ഒരു ഡ്രോൺ പ്രത്യേകിച്ച് എക്സ്പ്ലോസീവുമായിട്ട് അത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സാഹചര്യത്തിൽ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ട് US റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൗദി അറേബ്യയുടെ ക്യാബിനറ്റ് അവരിന്ന് മീറ്റിംഗ് കൂടിയിട്ട് ഹൂത്തികൾക്കെതിരെ കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ കപ്പലുകളെ തടഞ്ഞാൽ ആക്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സൗദി അറേബ്യ. ട്രംപ് പറഞ്ഞിരിക്കുന്നത് റെഡ് സീയുടെ റൂട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഹൂത്തികൾ തടസ്സം ഏർപ്പെടുത്തിയാൽ അവർക്ക് നേരെ ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഓൾറെഡി തന്നെ അമേരിക്കയുടെ ആക്രമണത്തിൽ പല ഡെക്കേഡുകൾ പിന്നോട്ട് സഞ്ചരിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പോഴും ഓപ്പറേഷൻ നിർത്തിയിട്ടില്ല. അപ്പോൾ ഇറാൻ എവിടേക്ക് എത്തുമെന്നുള്ളത് അവർ തന്നെ ചിന്തിച്ച് നോക്കേണ്ട വിഷയമാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ യുദ്ധം നടക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്ന സൈക്കോളജിക്കൽ ആർഗ്യുമെന്റ്സ് ആണ്. അപ്പോൾ ലെബനൻ ആർമി സൗത്താർ അതേപോലെ അൽഗരീബിയ എന്ന് പറഞ്ഞ ഏരിയകളിലൊക്കെ സൗത്ത് ലെബനൻ്റെ ഉള്ളിൽ അവരുടെ പെട്രോളിംഗ് തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് ലെബനൻ്റെ ഉള്ളിൽ സൗത്ത് ലെബനാനിൽ ടയർ റീജിയൻ അതേപോലെ നിരവധി ഏരിയകളിൽ ലെബനൻ്റെ ഉള്ളിൽ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ. സകലമായ ഹെസ്ബുള്ള താവളങ്ങളും കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൂത്തുപറയ്ക്ക് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 12 മണിക്കൂറിൽ വീണ്ടും പല കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില നിർണായക ആക്രമണ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ ആഡ് ചെയ്തു പോവാം. അതിനോടൊപ്പം തന്നെ വാർത്തയും കൂടി പറഞ്ഞു പോവാം. ഷിറാസിൽ മൗണ്ട് ഡെറക് ഏരിയ അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ മൗണ്ട് ഡെറക്കിലാണ് അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റി പ്രവർത്തിക്കുന്നത്. ആ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റി അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ടും. അപ്പം ശരിക്കും അബ്ബാസ് അരക്ചി 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഒരു ടണലുകളും ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് യൂണിറ്റുകളും സേഫ് അല്ല എന്ന് പുള്ളിക്കാരൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്രമാത്രം യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണെന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ അബദാനിൽ ഇൽഹാം പ്രൊവിൻസിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ അബദാൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഇറാനാണ്. അത് ശരിക്കും ഇറാഖിൻ്റെ ബോർഡർ ആ ഏരിയയിൽ വരും ഈ സ്ഥലം. അവിടെ ഇറാനിയൻ ഗ്രൗണ്ട് ഫോഴ്സ് അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രൗണ്ട് ഫോഴ്സിന് മേലെയാണ് അറ്റാക്ക് നടത്തിയത്. നിരവധി IRGC ഗ്രൗണ്ട് ഫോഴ്സ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് അമേരിക്കയുടെ നിഗമനം. അപ്പോൾ ഇത് വെസ്റ്റേൺ ഇറാൻ്റെ സൈഡായിട്ട് വരും. അതായത് ശരിക്കും ഇറാഖിൻ്റെ ആ ഒരു ബോർഡർ ഏരിയ ആയിട്ട് വരും വെസ്റ്റേൺ ഇറാൻ. അതേപോലെ സദൻ ഇറാനിൽ വീണ്ടും മാരകമായിട്ടുള്ള ആക്രമണം ചബഹാർ പോർട്ട് കേന്ദ്രീകരിച്ച് വീണ്ടും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. സെവറൽ സിഗ്നിഫിക്കൻറ്റ് സ്ട്രൈക്സ് ഇൻ ഇമാം അലി എയർബേസ്, അതുപോലെ കൊനാറക്, ബന്ദർബാസ്, ലങ്കെ പോർട്ട്, കഷം ഐലൻഡ് ഇവിടെയൊക്കെ വീണ്ടും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. പതിനൊന്നാം വേവ് ഓഫ് അറ്റാക്കിൽ ശരിക്കും തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണങ്ങളാണ്. 15 ഏരിയ കൃത്യമായിട്ട് മിസൈൽ സിറ്റികൾ കേന്ദ്രീകരിച്ച് ഇന്നലെ അമേരിക്ക അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ടബ്രീസ്, ഊർമിയ, ഇതിനകത്ത് ബെനെ, ഹമദാൻ സിറ്റി, നോജെ എയർബേസ്, അതേപോലെ കൻക്വാർ ഇൻ കർമൻഷാ പ്രൊവിൻസ്, അതുപോലെ സഞ്ചാൻ ഖുഷസ്ഥാൻ പ്രൊവിൻസ്, ഒമേദിയ, മഹ്ഷാർ പോർട്ട്, അതേപോലെ ബഹ്ബഹാൻ, സദൻ ഇറാൻ, മൊത്തത്തിൽ ഈ ഏരിയകളെല്ലാം അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ആയിട്ടാണ് ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന ബുഷർ, സിറിക്, ബന്ദർ അബ്ബാസ്, ചബഹാർ, കൊനാർക്ക് ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും അമേരിക്ക വീണ്ടും ഈ സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു ചെറിയ ബ്രേക്ക് വിട്ടപ്പോഴത്തേക്കും ഇറാൻ്റെ IRGCയുടെ നേവൽ കമാൻഡർ ഒരു ബോട്ട് എടുത്തുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഒരു സറൗണ്ടിങ് ഇങ്ങനെ വരികയാണ്. ജസ്റ്റ് ഒരു പെട്രോളിംഗ് പരിപാടി. ഈ പരിപാടി അമേരിക്ക നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. അപ്പോൾ അവർ വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല. ലെറ്റ് ദം ഡു ഇറ്റ് എന്നുള്ള രീതിയിലാണ് അമേരിക്ക മാറി നിന്ന് ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. എവിടെയൊക്കെ മൂവ്മെൻറ്റ്സ് ഉണ്ടോ അവിടെയൊക്കെ വീണ്ടും അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് കുറിച്ചെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ടാർഗറ്റ് ചെയ്തിരിക്കും. അതേപോലെ ഈ പിക്കോക്സ് മൗണ്ടൻ എന്ന് പറഞ്ഞ ആ മൗണ്ടൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സർപ്രൈസിംഗ് ആയിട്ട് അറ്റാക്ക് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു പക്ഷേ ഇന്നാവാം, നാളെ ആവാം. അൺഎക്സ്പെക്റ്റഡ് മൊമെൻറ്റിൽ പിക്കോക്സ് മൗണ്ടനിൽ ബങ്കർ ബസ്റ്റർ ഇട്ട് തന്നെ അറ്റാക്ക് നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇറാൻ തുരുത്തര കുവൈറ്റ്, ജോർദാൻ, ബഹ്റൈൻ ഇവിടെയൊക്കെ മിസൈലുകൾ അയച്ചായിരുന്നു. കുവൈറ്റിൻ്റെ ഡീസാലിനേഷൻ വാട്ടർ പ്ലാന്റ് വീണ്ടും ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ. കുവൈറ്റിലെ അൽജാബർ എയർബേസിൽ റഡാർ ഡോം തകർന്ന ഫുട്ടേജ്, അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ ജോർദാൻ്റെ
അൽ അക്ബ പോർട്ടിൻ്റെ അടുത്ത് ആക്രമണം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ഫൂട്ടേജസ് പുറത്തു വന്നിട്ടുണ്ട്. അൽ അക്ബ തുറമുഖത്ത് മിസൈൽ പതിക്കുന്ന രംഗമാണ്. ശരിക്കും അതേപോലെ ജോർദാൻ്റെ ഉള്ളിൽ US എയർബേസിൽ വീണ്ടും ഒരു ഡ്രോൺ പതിച്ചിട്ടുണ്ട്. അതേസമയം ഇറാൻ്റെ പരമാവധി മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്ത ഫൂട്ടേജസും റിലീസായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ ബേസുകളിൽ നിന്നും ഇറാന്റെ മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്ത ഫൂട്ടേജസും പുറത്തു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇറാൻ തുടരെ ജോർദാനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4000 അമേരിക്കൻ സോൾജേഴ്സ് ജോർദാന്റെ ബേസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അവിടേക്ക് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 എണ്ണം അയക്കുമ്പോൾ ഒരെണ്ണം പതിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു 4-5 അമേരിക്കൻ സോൾജേഴ്സിനെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഇറാൻ മിഡിൽ ഈസ്റ്റ് മേഖലകളിലെമ്പാടുമുള്ള ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് ഒരു താക്കീത് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏവിയേഷൻ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ വളരെ കെയർഫുൾ ആയിട്ടും അതേപോലെ വളരെ കോഷ്യസ് ആയിട്ടുമാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള എയർപോർട്ടുകളെ ഡിപ്പെൻഡ് ചെയ്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരും വല്ലാത്ത ബുദ്ധിമുട്ടിലാവുകയാണ്. ടൈം ടു ടൈം പല ചേഞ്ചസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി മിസൈലുകളും ഡ്രോണുകളും ഈ 3 രാജ്യങ്ങളും ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇറാഖിൻ്റെ ഉള്ളിൽ കറപ്ഷനെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പല ഗവൺമെൻറ് മിനിസ്റ്റേഴ്സും ഇതേപോലെ കള്ളപ്പണം ഇടപാട് നടത്തുന്ന, ലോണ്ടറിങ് നടത്തുന്ന ആൾക്കാരെ, വെളുപ്പിക്കുന്ന ആൾക്കാരെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടുണ്ട്. അതേപോലെ തീവ്രവാദികൾക്ക് ഫണ്ട് ഒഴുക്കുന്ന കള്ളപ്പണം ഒരുപാട് പിടിച്ചെടുത്തിട്ടുണ്ട്. സ്വർണത്തിന്റെ രൂപത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട്, ഇറാഖ് കറൻസി രൂപത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട്, US ഡോളറിന്റെ രൂപത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ ക്യാമ്പയിൻ ഇപ്പം സിറിയ എക്സ്പാൻഡ് ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ സിറിയക്കുള്ളിൽ ഇതേപോലെ ഹെസ്ബുള്ളകൾക്കും അതേപോലെ സിറിയക്കുള്ളിലുള്ള മറ്റ് തീവ്രവാദ സംഘടനകൾക്കും പണം ഒഴുകുന്നുണ്ട്. ആ പണങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അഹമ്മദ് അൽ ഷറയുടെ സിറിയൻ ഗവൺമെന്റ് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇറാഖിന്റെ ഉള്ളിൽ നടത്തുന്ന അതേ കള്ളപ്പണം പിടിച്ചെടുക്കൽ ഏർപ്പാട് സിറിയക്കുള്ളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. FATF ആണ് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. FATFന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഈ പ്രവൃത്തി നടക്കുന്നത്. ഈ കള്ളപ്പണം തടഞ്ഞു കഴിഞ്ഞാൽ പകുതി മുക്കാലും ഈ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് പോകുന്ന ഫണ്ട് അത് തടഞ്ഞു കഴിഞ്ഞാൽ തന്നെ പകുതി മുക്കാൽ തീവ്രവാദികളും അടങ്ങി ഒതുങ്ങിയോടെ മൂലയിലിരിക്കും. അതായത് ഈ ഗാസയ്ക്കുള്ളിൽ നിന്നും ഇസ്രായേലിന് ഒരു സ്പൈ വർക്കിന് വേണ്ടിയിട്ട് ഒരാളെ ഹയർ ചെയ്യാൻ $50 മുതൽ $100 മതിയാവും എന്നാണ് പറയുന്നത്. ഇത് ലോങ് ടേം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഷോർട്ട് ടേം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മിഡ് ടേം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, $50 മുതൽ $100 അവർ സ്പൈ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം സിറിയക്കുള്ളിൽ നിന്നും ലെബനന്റെ ഉള്ളിലേക്ക് ഈ എണ്ണ ടാങ്കറുകൾ ത്രൂ, എണ്ണയല്ലാതെ ആ ടാങ്കർ ലോറിക്കുള്ളിൽ ആയുധങ്ങൾ വെച്ച് കടത്തുന്ന ഓരോ ലോറിയും കടന്നു വരുന്നത് വിത്തൗട്ട് ചെക്കിങ്ങിന് വരുന്നത് ജസ്റ്റ് $100 പേ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും കടന്നു പോകാം എന്നുള്ളൊരു സംവിധാനമാണ് അവിടെ നിലനിൽക്കുന്നത്. കാരണം ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്നവന് പണം മതി. 10 ലോറി കടന്നു പോയി കഴിഞ്ഞാൽ പൈസ കിട്ടുകയാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് പോകുന്നു, ഏത് ആയുധം പോകുന്നു, ഇതൊന്നും ആ ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്നവനെ ബാധിക്കുന്ന വിഷയമേ അല്ല. അത്തരത്തിലാണ് അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം. അതുകൊണ്ടാണ് ഇസ്രായേൽ ശക്തമായിട്ട് അവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇന്നലെ തന്നെ ലെബനന്റെ ഉള്ളിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് സിറിയക്കുള്ളിൽ നിന്നും നിരവധി ആയിട്ടുള്ള RGC ടൈപ്പ് ഗ്രനൈഡ്സ് പിടികൂടിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഞാനിവിടെ ഇമേജ് വെക്കാം. ഇത്രത്തോളം സാമഗ്രികളാണ്. ഇതൊക്കെ യഹൂദന്റെ മേളിൽ എറിഞ്ഞ് കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഹെസ്ബുള്ളകൾക്ക് സപ്ലൈ ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയൊരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിനെ ചുറ്റിപ്പറ്റിയാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇവരെല്ലാം തന്നെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാനാണ് നമ്പർ 1. അവിടെ നിന്നുള്ള ഫണ്ടിന്റെ ഒഴുക്കാണ് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇറാനിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന അടിയാണ് ഈ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തീവ്രവാദികൾക്കെതിരെയുള്ള പോരാട്ടമായിട്ട് കരുതപ്പെടും. ചരിത്രം ഇത് രേഖപ്പെടുത്തും. അത് 1979 ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെ വിഴുങ്ങിക്കൊണ്ട് ഒരു മഹാ തീവ്രവാദ പ്രസ്ഥാനമായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന IRGC. ആ IRGCയെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാർ ഫിഷ് ആ രീതിയിൽ സങ്കല്പിക്കാം. ആ സ്റ്റാർ ഫിഷിന്റെ ഹെഡോടുകൂടി ചേർന്ന ഭാഗമാണ്, ആ സെൻട്രൽ പോർഷനാണ് ഇറാൻ. ബാക്കി ഈ ഹമാസ്, ഹെസ്ബുള്ള എന്ന 64 മിലീഷ്യ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ തീവ്രവാദ സംഘടനകൾ, ഇൻഫാക്ട് പാകിസ്ഥാൻ വരെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ഇതെല്ലാം തന്നെ ടെൻറ്റക്കിൾസ് ആണ്. ആ നീരാളിയുടെ ടെൻറ്റക്കിൾസ് ആണ്. ഈ നീരാളിയുടെ തലഭാഗം നശിച്ചാലും അതിൻ്റെ ഓർമ്മശക്തിയും അതിൻ്റെ നെർവസ് സിസ്റ്റവും കൃത്യമായിട്ട് ആ ടെൻറ്റക്കിൾസിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ഇറാൻ്റെ തീവ്രവാദ പ്രവർത്തനം നശിപ്പിക്കപ്പെട്ടാലും ഈ പ്രോക്സി ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ പ്രോക്സി ഗ്രൂപ്പുകൾ, അവർ വീണ്ടും പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതേസമയം ഇവർക്ക് കിട്ടേണ്ട ഊർജ്ജം, ആ ഫണ്ടിങ്, ആ സപ്പോർട്ട്, ആ തീവ്രവാദത്തിൻ്റെ ഫീഡിങ്സ്, ആ ഫണ്ടമെൻ്റൽ ടീച്ചിങ്സ്, ഇതെല്ലാം നശിക്കുന്നതോടുകൂടി കാലക്രമേണ ഈ ടെൻറ്റക്കിൾസും
വരണ്ട് ഉണങ്ങി വറ്റി ഇല്ലാതാവും. അങ്ങനെ അത് ക്രമേണ നശിച്ചു പോകും. അത്തരത്തിലുള്ള ഒരു ആക്രമണമായിട്ട് നമുക്കിതിനെ കരുതാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഇറാൻ ഒരു ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് മാറി വരട്ടെ. പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടത് അത് ലോകത്തിന് നന്മയുണ്ടാക്കുന്ന കാര്യമാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് പറഞ്ഞാൽ, നിങ്ങൾ നോക്കൂ എത്രമാത്രം ഭീകരതയോടുകൂടിയാണ് ഈ ഗ്രനേഡുകൾ ലെബനന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നത് നോക്കൂ. ഇത് മൊത്തം ഇസ്രായേലിലേക്ക് പോയി വീഴാനുള്ള ഗ്രനേഡുകളാണ്. സെൻട്രൽ ഗാസയിലെ അൽ സഹറ എന്ന് പറഞ്ഞ ഏരിയയിൽ മാരകമായിട്ട് ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. 2 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാൻ ജോർദാനിലേക്കും അതേപോലെ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റുള്ള രാജ്യങ്ങൾക്ക് മേൽ അയക്കുന്ന ഡ്രോണിൽ പലസ്തീനിയൻ ഫ്ലാഗ്, സ്പാനിഷ് ഫുട്ബോൾ പ്ലെയർ യാമിൻ ലമാം പലസ്തീനിയൻ ഫ്ലാഗ് പിടിച്ചിരുന്ന ആ ഒരു ഇമേജ്, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ആ ഡ്രോണിൻ്റെ മീതെ ഒട്ടിച്ചിട്ടാണ് ആ ഡ്രോൺ അവർ അയക്കുന്നത്. ആ ഡ്രോൺ എന്ത് പൊട്ടുന്നില്ലേ? അത് കമിക്കാസ് ഡ്രോൺ ആണല്ലോ, അത് പൊട്ടിത്തെറിച്ച് പോകത്തില്ലേ? എന്ത് ലോജിക്കാണ് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഒട്ടിച്ച് വിട്ടിട്ട് അത് വീഡിയോ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് അവർ ഡ്രോൺ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 5 തീവ്രവാദികൾ ഗാസയ്ക്കുള്ളിൽ അൽ മസറി ഏരിയ, അതുപോലെ അൽ സമീർ ജംഗ്ഷൻ, ഈ 2 സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് ഗാസയിൽ ഇന്നലെ രാത്രി ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതും ഹമാസ് തീവ്രവാദികളെ ടാർഗറ്റ് ചെയ്താണ് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. തീവ്രവാദികൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ റഷ്യ ഉക്രൈനിലേക്ക് 58 ഡ്രോണുകളാണ് അയച്ചു വെച്ചത്. അതിനകത്ത് ഹെവി വെയ്റ്റ് മ്യൂണീഷൻസ് ഘടിപ്പിച്ചുകൊണ്ടുള്ള ഡ്രോണുകളാണ് അയച്ചത്. മാരകമായിട്ടുള്ള അറ്റാക്കാണ് നടത്തിയതെന്നാണ് റഷ്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ 46 ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഡ്രോൺ സ്ട്രൈക്ക് ഇൻ സമി റീജിയൻ അത് ശരിക്കും ഒരു 9 സ്റ്റോറി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണ് വന്ന് പതിച്ചതെന്നാണ് പറയുന്നത്. അതിൽ 6 പേർക്ക് ഗുരുതരമായ പരുക്കുണ്ട്. രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സെബ്രോസേഷ്യ റീജിയനിലും ഈ ഡ്രോൺ പതിച്ചിട്ടുണ്ട്. റഷ്യയുടെ ആക്രമണമാണ്. അതിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് അതേപോലെ ഒരു വെഹിക്കിൾ ഡാമേജ് ആയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരാൾക്ക് ഗുരുതരമായ പരുക്കുണ്ടെന്നാണ് അതിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതേപോലെ സദൻ ഗാസയിൽ ഇസ്രായേൽ വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്താണ്. പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിൽപ്പെട്ട ഭീകരരെ ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയത്. സെവറൽ ഭീകരർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ ലെബനൻ്റെ ഉള്ളിലും ഗാസയ്ക്കുള്ളിലും കൃത്യമായിട്ട് തീവ്രവാദികളുടെ താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ അവരുടെ ഹണ്ടിങ് തുടരുകയാണ്. അതുപോലെ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ കുർദിസ്ഥാൻ മേഖലയിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. കുർദിസ്ഥാൻ മേഖലയിലേക്ക് നടത്തുന്ന ആക്രമണം ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അത് വെറുതെ ഇരിക്കുന്ന കുർദുകളെ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ഈ കുർദിസ്ഥാൻ മേഖലയിലേക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇറാൻ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അവർ ഇറാനെതിരെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കയറി ഇങ്ങോട്ട് അടിക്കും. അപ്പം അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഈ ബോർഡർ ലൈനിലുള്ള സെക്യൂരിറ്റി ഫോഴ്സുകളെല്ലാം തന്നെ അറ്റാക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എവിടെ? ഇറാൻ ഇറാഖ് ബോർഡറിൽ. അപ്പം ഇറാൻ ഇറാഖ് ബോർഡറിലുള്ള സെക്യൂരിറ്റി യൂണിറ്റുകൾ, ഇറാൻ്റെ സെക്യൂരിറ്റി യൂണിറ്റുകൾ മൊത്തം അമേരിക്ക എയർ സ്ട്രൈക്ക് ചെയ്ത് തകർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുർദുകൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങോട്ട് കയറി അടിക്കാൻ കഴിയും. കാരണം ഈ സുലൈമാനിയ എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിൻസ് ഉണ്ട്. ആ പ്രൊവിൻസാണ് ഏറ്റവും കൂടുതൽ കുർദുകൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്നും ഇറാൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമേരിക്ക ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തേക്കാം. കാരണം അത്തരത്തിലാണ് ഇവർ ഇറാനിയൻസ് നേരെ കുർദിസ്ഥാൻ മേഖലയിലേക്ക് ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇറാൻ്റെ ഒരു മിസ്റ്റേക്കാണ്. IRGCക്ക് ഇവിടെ ഇച്ചിരി പിഴയ്ക്കുന്നുണ്ട്. IRGCക്ക് ഇവിടെ ഇച്ചിരി തെറ്റ് പറ്റുന്നുണ്ട്. കാരണം അമേരിക്കയ്ക്കെതിരെ ചെറുത്ത് നിൽക്കേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ കുർദിസ്ഥാൻ മേഖലയിലും ആ സാഹചര്യത്തിൽ ഇങ്ങനെ സുലൈമാനിയ കേന്ദ്രീകരിച്ച് ഇവർ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അവർ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അവർ ഗ്രൗണ്ട് ഫോഴ്സുമായിട്ട് ഉള്ളിൽ ഇറങ്ങി കഴിഞ്ഞാൽ അത് ഇറാന് പണിയാവും. ഒരു പ്രിയംറ്റീവ് എന്നുള്ള നിലയിലാണ് അവരെ പോയി ഇങ്ങനെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ശരിക്കും ഇവർക്ക് പണിയാവും. അപ്പോൾ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ പീകോക്സ് മൗണ്ടനെ കുറിച്ചുള്ള പൂർണ്ണ ഡീറ്റെയിൽസ് വിത്ത് ബ്ലൂ പ്രിന്റ് കൈമാറിയിട്ടുണ്ട് അമേരിക്കയ്ക്ക്. അപ്പോൾ ആ ബ്ലൂ പ്രിന്റുമായിട്ട് PTX റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് മൊമെന്റിൽ വേണമെങ്കിലും പീകോക്സ് മൗണ്ടനിലേക്ക് അറ്റാക്ക് നടത്താം. പക്ഷേ പീകോക്സ് മൗണ്ടനെ അറ്റാക്ക് നടത്തുമെന്നുള്ള പേരിൽ നറ്റാൻസിൻ്റെ അടുത്തുള്ള ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിയും ലിസ്റ്റിലുണ്ട്. അപ്പോൾ പീകോക്സ് മൗണ്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ രീതിയിൽ പേര് പീകോക്സ് മൗണ്ടനെ അറ്റാക്ക് നടത്തുമെന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അമേരിക്ക മറ്റൊരു സൈഡിൽ കൂടെ നറ്റാൻസിൻ്റെ അടുത്തുള്ള ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. കാരണം അവിടെയും എൻറിച്ച്മെന്റ് യുറേനിയം സംരക്ഷിച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഇസ്രായേൽ അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.